അധ്യായം 25. മുഖവുര. മഹായോഗേശ്വരനും പരബ്രഹ്മവും ഈശ്വരാത്മാവുമായ സായിബാബയെ സാഷ്ടാംഗം പ്രണമിച്ച് ഈ അധ്യായം തുടങ്ങാം. സിദ്ധന്മാരിൽ ചൂടാമണിയും സർവമംഗള നിവാസസ്ഥാനവും നമ്മുടെ ആത്മാരാമനും ഭക്തന്മാരുടെ അഭയക്ഷേത്രവുമായ സായിനാഥന് വിജയം ഘോഷിക്കട്ടെ. ജീവിത ലക്ഷ്യവും ഉദ്ദേശവും കൈവന്ന ആ മഹാത്മാവിനെ നമസ്കരിക്കുക. സായിബാബ എല്ലായ്പ്പോഴും കരുണാപൂർണനാണ്. നമ്മുടെ കൃത്യം മനസ്സറിഞ്ഞ ഭക്തി മാത്രമാണ്. ഒരു ഭക്തന് ഉറച്ച വിശ്വാസവും ഭക്തിയുമുണ്ടെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്നത് എന്തും നടക്കും. ഹേമത് പാന്തിന് സായിബാബയുടെ ലീലകളെപ്പറ്റി എഴുതാൻ ആഗ്രഹം വന്നപ്പോൾ ബാബ തന്നെ അവ എഴുതിക്കാൻ അയാളെ സഹായിച്ചു. കുറിപ്പുകളും മറ്റും എടുക്കാൻ പറഞ്ഞതോടുകൂടി ഹേമത് പാന്തിന് പ്രചോദനം സിദ്ധിച്ചു. പിന്നെ എഴുതാനൊരു പ്രശ്നമായില്ല. അദ്ദേഹം അതിന് പ്രാപ്തനല്ലെന്ന് പറയുന്നെങ്കിലും സായിബാബയെ സംബന്ധിച്ച അമൃതവർഷം പെയ്യുന്ന സോമകാന്ത ശില പോലുള്ള ഈ സച്ചരിതം നമുക്ക് കിട്ടി. ആർക്കെങ്കിലും ബാബയിൽ പരിപൂർണ വിശ്വാസം ജനിച്ചാൽ അവരുടെ സകല കഷ്ടതകളും ബാബ ഇല്ലായ്മ ചെയ്യുന്നു. അഹമ്മദ് നഗറിലെ ദാമോദർ സവലറാം രസാനി കാസറിന്റെ അഥവാ ദാമോ അന്നയുടെ കഥ ഇതിനുദാഹരണമായി താഴെ കൊടുക്കുന്നു. ദാമോ അന്ന ഈ ഭക്തനെ പറ്റി 6-ാം അധ്യായത്തിൽ രാമനവമി ഉത്സവത്തെ സംബന്ധിച്ചു പറഞ്ഞപ്പോൾ പ്രതിപാദിച്ചത് വായനക്കാർ ഓർമ്മിക്കുന്നുണ്ടാവാം. 1895 രാമനവമി ഉത്സവത്തിന് ഷിർദിയിൽ പോയ കാലം മുതൽ ഇയാളുടെ വക ഭംഗിയുള്ള ചിത്രപ്പണി ചെയ്ത ഒരു കൊടിക്കൂറ രാമനവമി ഉത്സവത്തിന് എഴുന്നള്ളിക്കാറുണ്ട്. ഉത്സവത്തിന് വരുന്ന സാധുക്കൾക്കും ഫക്കീർമാർക്കും ഇയാൾ ഭക്ഷണം കൊടുക്കുന്നു. അയാളുടെ ഊഹക്കച്ചവടം പരുത്തി. ദാമു അന്നയുടെ ഒരു ബോംബെ സുഹൃത്ത് കൂറായി കുറച്ചു പരുത്തി കച്ചവടം ചെയ്യാൻ എഴുതി. അന്നത്തെ നിലവാരപ്രകാരം അതിൽ 2 ലക്ഷം ഉറുപ്പിക ലാഭം കിട്ടും. ദാമു അന്ന BV നരസിംഹസ്വാമിയോട് പറഞ്ഞത് കത്ത് ഒരു ബ്രോക്കർ അയച്ചതാണെന്നും അയാൾ മാത്രം കച്ചവടം ചെയ്യാനാണെന്നുമാണ്. ബ്രോക്കർ കച്ചവടത്തിൽ നഷ്ടസാധ്യതയില്ലെന്നും ഉടനെ ചെയ്യണമെന്നുമാണ് എഴുതിയത്. ദാമു അന്നയ്ക്ക് എന്തു ചെയ്യണമെന്നറിയാതെയായി. ബാബ ഭക്തനായതിനാൽ എല്ലാ വിവരവും വെച്ച് ശ്യാമക്കെഴുതി ബാബയുടെ അഭിപ്രായം അറിയാൻ പറഞ്ഞു. ശ്യാമ കത്ത് പിറ്റേന്ന് കിട്ടിയപ്പോൾ അതുകൊണ്ട് മസ്ജിദിൽ പോയി ബാബയുടെ കാൽക്കൽ വെച്ചു. ബാബ എന്താണത്, ആരുടെ കത്താണ് എന്ന് ചോദിച്ചു. ദാമു അന്നയ്ക്ക് ഒരു കാര്യം അറിയാനാണ് എന്ന് പറഞ്ഞു. ബാബ പറഞ്ഞു, അയാൾ എന്താണ് എഴുതിയത്? എന്താണ് അയാളുടെ പരിപാടി? അയാൾക്ക് ദൈവം കൊടുത്തതിൽ തൃപ്തി വരാതെ ആകാശം കടന്നുപിടിക്കാൻ നോക്കുകയാണ്. കത്ത് വായിക്കൂ. ശ്യാമ പറഞ്ഞു, കത്ത് അത് തന്നെയാണ് ദേവ. അവിടുന്ന് ഇവിടെ ഇരുന്ന് ഭക്തന്മാർക്ക് പരിഭ്രമം വരുമ്പോൾ ഇങ്ങോട്ടേക്ക് നേരിട്ടോ കത്ത് മൂലമോ ആകർഷിക്കുന്നു. കത്തിലെ വിവരമറിഞ്ഞ് എന്നെക്കൊണ്ട് എന്തിനാണ് വായിപ്പിക്കുന്നത്? ബാബ പറഞ്ഞു, ശ്യാമ ദയവ് ചെയ്ത് വായിക്കൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആര് വിശ്വസിക്കാൻ? ശ്യാമ കത്ത് വായിച്ചത് ബാബ ശ്രദ്ധിച്ചു. പിന്നീട് പറഞ്ഞു, ഷേട്ടുവിന് ഭ്രാന്താണ്. അയാളുടെ വീട്ടിൽ ഒന്നിൻ്റെയും കുറവില്ലെന്നും ഇപ്പോഴുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതിയെന്നും ലക്ഷത്തിന്റെ പിന്നാലെ പോകേണ്ടെന്നും മറുപടി എഴുതൂ. ശ്യാമ മറുപടി അയച്ചു. ദാമു അന്ന അതിന് കാത്തിരിക്കുകയായിരുന്നു. അത് വായിച്ചപ്പോൾ ലക്ഷക്കണക്കിൽ ലാഭത്തിനുള്ള പ്രതീക്ഷ തകർന്നു പോയതാണ് കണ്ടത്. ബാബയോട് ആലോചിക്കേണ്ടായിരുന്നു എന്ന് അയാൾ കരുതി. ശ്യാമ നേരിട്ട് വന്നു. ബാബയോട് ചോദിക്കുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിച്ചതനുസരിച്ച് അയാൾ നേരിട്ട് ഷിർദിയിൽ വന്നു ബാബയെ ദർശനം ചെയ്ത് നമസ്കരിച്ച് ബാബയുടെ കാല് തലോടിയിരുന്നു. ബാബയോട് നേരിട്ട് ചോദിക്കാൻ ധൈര്യം പോരാഞ്ഞ് ബാബ സമ്മതിക്കുന്ന പക്ഷം ലാഭത്തിൽ ഒരു പങ്ക് ബാബയ്ക്ക് കൊടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചു. ബാബയിൽ നിന്ന് ഒന്നും ഒളിച്ചുവെക്കാൻ സാധ്യമല്ലല്ലോ. ഭൂതം ഭാവി വർത്തമാനം മുഴുവൻ സർവന്തര്യാമിയായ ബാബയ്ക്ക് അറിയാം. കുട്ടി മിഠായി ചോദിക്കുമ്പോൾ അമ്മ കയ്പുമരുന്ന് കൊടുക്കുന്നു. ആദ്യത്തേത്
ആരോഗ്യം നശിപ്പിക്കും, രണ്ടാമത്തേത് നന്നാക്കും. അതുപ്രകാരം ബാബ ദാമു അന്നയുടെ മനസ്സിലെ കാര്യം അറിഞ്ഞു. ഇപ്രകാരം പറഞ്ഞു: ബാപ്പു എന്നെ ഇമ്മാതിരി ലാഭം വീതിക്കലും മറ്റുമായ ലൗകികത്തിലേക്ക് വലിച്ചിഴക്കണ്ട. ബാബയുടെ ഇംഗിതമറിഞ്ഞ് ദാമു അന്ന ആ കച്ചവടം വേണ്ടെന്ന് വെച്ചു. ധാന്യ കച്ചവടം. പിന്നീട് അയാൾ ധാന്യങ്ങൾ, അരി, ഗോതമ്പ് മുതലായ കച്ചവടം ചെയ്യാൻ ആലോചിച്ചു. ഇതും ബാബ മനസ്സിലാക്കി പറഞ്ഞു: നീ ഉറുപ്പികയ്ക്ക് 5 സേറ് വാങ്ങി 7 സേറ് വിൽക്കേണ്ടി വരും. അതുകൊണ്ട് അതും വേണ്ടെന്ന് വെച്ചു. കുറച്ചു ദിവസങ്ങളും കൂടി ധാന്യവില സ്ഥിരമായി നിന്നെങ്കിലും 1 മാസത്തിനിടയ്ക്ക് നല്ല മഴ പെയ്ത കാരണം ധാന്യങ്ങൾക്ക് വിലയിടിഞ്ഞു. ധാന്യം സ്റ്റോക്ക് വെച്ചവർക്ക് വമ്പിച്ച നഷ്ടം പറ്റി. ദാമു അന്നയെ നഷ്ടത്തിൽ നിന്ന് രക്ഷിച്ചു. ബ്രോക്കർ മറ്റൊരു കച്ചവടക്കാരന് പരുത്തി കച്ചവടം ചെയ്തു കൊടുത്തത് വമ്പിച്ച നഷ്ടത്തിൽ കലാശിച്ചു. അങ്ങനെ 2 ദുരന്തങ്ങളിൽ നിന്ന് തന്നെ രക്ഷിച്ച ബാബയുടെ ഒരു അടിയുറച്ച വിശ്വാസിയായ ദാമു അന്ന മഹാസമാധി വരെയും അതിനുശേഷവും ഭക്തനായി തന്നെ തുടരുന്നു. ആമ്രലീല അഥവാ മാങ്ങയുടെ അതിശയം. ഒരിക്കൽ 300 നല്ല മാങ്ങയടങ്ങുന്ന ഒരു പാർസൽ ഷിർദിയിൽ കിട്ടി. അത് റാലി എന്ന മംലത്ത്ദാർ ബാബയ്ക്ക് ശ്യാമയുടെ പേരിൽ ഗോവയിൽ നിന്ന് അയച്ചതായിരുന്നു. പാർസൽ തുറന്നപ്പോൾ എല്ലാ മാങ്ങയും നല്ല പാകം വന്നിരുന്നു. അവ ശ്യാമയെ ഏൽപ്പിച്ച് ബാബ 4 എണ്ണം അദ്ദേഹത്തിന്റെ മൺപാത്രത്തിൽ വെച്ചു. ബാബ പറഞ്ഞു: ഈ 4 മാങ്ങ ദാമു അന്നയ്ക്കാണ്, അവിടെ കിടക്കട്ടെ. ഈ ദാമു അന്നയ്ക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് 2 ഭാര്യമാരാണെന്നാണ്. കുട്ടികളില്ലായിരുന്നു. അയാൾ പല ജ്യോത്സ്യന്മാരെയും കാണുകയും സ്വന്തം ജ്യോതിഷം പഠിക്കുകയും ചെയ്തു. അയാൾക്ക് ഒരു പാപഗ്രഹത്തിന്റെ ദോഷഫലത്താൽ ഈ ജന്മം സന്താനങ്ങൾ ഉണ്ടാവില്ലെന്നാണ് ഫലം. ദാമു അന്ന കുറച്ചു കഴിഞ്ഞപ്പോൾ ഷിർദിയിൽ വന്നു. ബാബ, മറ്റുള്ളവർ ഈ മാങ്ങയ്ക്ക് വേണ്ടി നോക്കുകയാണ്, ഇവ ദാമുവിനുള്ളതാണ്, അതിനുള്ള ആൾ അത് തിന്നു മരിക്കട്ടെ എന്നു പറഞ്ഞു. ദാമു അന്ന അത് കേട്ട് പരിഭ്രമിച്ചപ്പോൾ മഹൽസാപതി മരണം എന്നത് അഹംഭാവത്തിൻ്റെതാണെന്നും അത് ബാബയുടെ മുന്നിൽ തന്നെയാണ് നശിപ്പിക്കേണ്ടതെന്നും പറഞ്ഞു. ദാമു അന്ന ഉടനെ തിന്നാൻ തയ്യാറായി. ബാബ പറഞ്ഞു: നീ തിന്നണ്ട, നിന്റെ ഇളയ ഭാര്യയ്ക്ക് കൊടുക്ക്. ഈ ആമ്രലീല അവൾക്ക് 4 ആൺമക്കളെയും 4 പെൺമക്കളെയും കൊടുക്കും. അപ്രകാരം ചെയ്യുകയും ബാബയുടെ വാക്കു ഫലിക്കുകയും ചെയ്തു. ബാബ ജീവിച്ചിരിക്കെ പറഞ്ഞ വാക്കുകൾക്ക് അതിയായ ശക്തിയും ഫലവുമുണ്ടായിരുന്നു. അതിശയമെന്ന് പറയട്ടെ, മഹാസമാധിക്ക് ശേഷവും ഇതുതന്നെയായിരുന്നു നടന്നത്. ബാബ പറയും: എന്നെ വിശ്വസിച്ചാലും ഞാൻ മരിച്ചാലും എൻ്റെ ശവകുടീരത്തിലുള്ള അസ്ഥികൾ നിങ്ങൾക്ക് സമാധാനവും ആശയവും തരും. ഞാൻ മാത്രമല്ല, എൻ്റെ ശവകുടീരം സംസാരിക്കുകയും സഞ്ചരിക്കുകയും എനിക്കർപ്പിക്കപ്പെട്ടവരോട് ബന്ധം പുലർത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളോടൊപ്പമില്ലെന്ന് കുണ്ഠിതപ്പെടരുത്. എൻ്റെ അസ്ഥികൾ നിങ്ങളുമായി സംസാരിക്കുന്നതും കുശലങ്ങൾ അന്വേഷിക്കുന്നതും നിങ്ങൾക്ക് കേൾക്കാം. എന്നെ സദാ സ്മരിച്ച് എന്നെ പരിപൂർണമായി വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള നേട്ടമുണ്ടാവും. പ്രാർത്ഥന. ഹേമത് പാന്ത് ഈ അധ്യായം ഒരു പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്നു. ഓം സായി സദ്ഗുരു, ഭക്തന്മാരുടെ കൽപ്പ തരൂ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും അവിടുത്തെ പാദങ്ങൾ മറക്കുകയോ കാണാതിരിക്കുകയോ ചെയ്യരുത്. ഈ സംസാരത്തിൽ ഞങ്ങൾ ജനന മരണങ്ങളാൽ വ്യാകുലരാണ്. ഇനി ഞങ്ങളെ ജനന മരണങ്ങളിൽ നിന്ന് മോചിപ്പിച്ചാലും ഞങ്ങളെ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ സുഖത്തിനു വേണ്ടി അലയിപ്പിക്കാതെ അന്തർമുഖമാക്കി ആത്മനെ കാണുവാൻ സഹായിച്ചാലും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ബഹിർമുഖത നിയന്ത്രിക്കാത്ത പക്ഷം ആത്മസാക്ഷാത്കാരം സാധ്യമല്ല. സന്താനപത്നി സുഹൃത്ത് സംഘങ്ങളൊന്നും അന്ത്യകാലത്ത് സഹായകമല്ല. അവിടുന്ന് മാത്രമാണ് മുക്തിയും തുഷ്ടിയും തരാനുള്ളത്. ഞങ്ങളുടെ ദുഷ്ടവിചാരങ്ങളെയും വാദമനസ്ഥിതിയെയും നശിപ്പിച്ചാലും നാക്ക് അവിടുത്തെ നാമം ജപിക്കട്ടെ. നല്ലതും ചീത്തയുമായ എല്ലാത്തരം ചിന്തകളും കളഞ്ഞ്
ഞങ്ങൾ വീടും ദേഹവും എല്ലാം മറന്ന് അഹംഭാവമില്ലാത്തവരാവട്ടെ. അവിടുത്തെ നാമം മാത്രം സ്മരിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ മറക്കട്ടെ. മനസ്സിൻ്റെ പതറിച്ചകൾ അകറ്റി ശാന്തമാവട്ടെ. അവിടുന്ന് ഒരിക്കൽ ഞങ്ങളെ താങ്ങിയാൽ ഞങ്ങളുടെ അറിവില്ലായ്മയുടെ ഇരുട്ട് നീങ്ങി അവിടുത്തെ പ്രകാശത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാവും. ഞങ്ങളുടെ പൂർവജന്മാർജിത സുകൃതം കൊണ്ടാണ് അവിടുത്തെ ലീലകളാകുന്ന അമൃതം പാനം ചെയ്ത് ഞങ്ങൾക്ക് നിദ്രയിൽ നിന്നുണരാൻ കഴിഞ്ഞത്. നോട്ട്: ദാമു എന്നെ പറഞ്ഞ കാര്യങ്ങൾ. ഒരിക്കൽ പലരുടെയും കൂടെ ഞാൻ ബാബയുടെ കാൽക്കലിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബാബ അവയ്ക്ക് രണ്ടിനും ഉത്തരം തന്നു. പലരും സായിബാബയുടെ അരികെ കൂട്ടം കൂട്ടമായി വരുന്നു. അവർക്കെല്ലാം നേട്ടമുണ്ടാവുന്നുണ്ടോ? ഇതിന് ബാബ വാക്കാൽ മറുപടി പറഞ്ഞു. ആ മാവ് പൂത്തു നിൽക്കുന്നത് കണ്ടില്ലേ? എല്ലാ പൂക്കളും കായയായാൽ എത്രമാത്രം മാങ്ങയുണ്ടാവും? പക്ഷേ അതുണ്ടാവുന്നുണ്ടോ? പലതും പൂവായും കുരുന്നായും മൂക്കാതെയും കൊഴിഞ്ഞു വീഴുന്നു, കാറ്റടിച്ചും വീഴുന്നു. വളരെ കുറച്ചു മാത്രം പൂർണ്ണ വളർച്ചയെത്തുന്നു. രണ്ടാമത്തെ ചോദ്യം എന്നെപ്പറ്റി തന്നെയായിരുന്നു. ബാബ ഇല്ലാതാവുമ്പോൾ ഞാൻ എന്തു ചെയ്യും? ഇതിന് ബാബ പറഞ്ഞത്, എപ്പോൾ എവിടെ വെച്ചും ഞാൻ സ്മരിച്ചാൽ ബാബ കൂടെ ഉണ്ടാവുമെന്നാണ്. ആ വാഗ്ദത്തം 1918 മുൻപും 1918 മഹാസമാധിക്ക് ശേഷവും ബാബ പരിപാലിക്കുന്നു. ബാബ എന്നെ നയിക്കുന്നു. ഈ പറഞ്ഞത് 1910-11 കാലത്ത് സഹോദരന്മാർ വേർപെടുകയും എൻ്റെ സഹോദരി മരിക്കുകയും ചെയ്തപ്പോഴാണ്. അന്ന് ഒരു കളവും പോലീസ് അന്വേഷണവും എല്ലാം ഉണ്ടായി ഞാൻ ആകെ മാനസികമായി തളർന്നിരുന്നു. എൻ്റെ സഹോദരി മരിച്ചപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങി. ഞാൻ ജീവിതം വെറുത്തു. ഞാൻ ബാബയെ കാണാൻ പോയപ്പോൾ ബാബ ഉപദേശം കൊണ്ട് സമാധാനിപ്പിച്ച് അപ്പ കുൽക്കർണിയുടെ വീട്ടിൽ നിന്ന് പുരൻപോലി വേണ്ട പോലെ തീറ്റുകയും ചന്ദനം പൂശുകയും ചെയ്തു. എൻ്റെ വീട്ടിൽ ഒരു കളവ് നടന്നു. 30 കൊല്ലത്തെ പരിചയക്കാരനായ ഒരാൾ എൻ്റെ ഭാര്യയുടെ ആഭരണപ്പെട്ടി മോഷ്ടിച്ചു. അതിൽ മംഗളകരമായ മൂക്കുത്തിയും പെട്ടിരുന്നു. ഞാൻ ബാബയുടെ ഫോട്ടോ നോക്കി കരഞ്ഞു. പിറ്റേന്ന് അയാൾ പെട്ടി തിരികെ കൊണ്ടുവന്നു മാപ്പിരുന്നു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.